Hi my dear friends, welcome to Varma's Vijay World. ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങാക്കറി പോലത്തെ ഒരു നെല്ലിക്ക പാൽക്കറി ഉണ്ടാക്കുകയാണ്. അങ്കമാലി മാങ്ങാക്കറി ആയിട്ട് ഒരു വ്യത്യാസം മാത്രമാണ് ഈ നെല്ലിക്ക പാൽക്കറിയിലുള്ളൂ. അതായത് ഇവിടെ നമ്മൾ മാങ്ങയ്ക്ക് പകരം നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത്. അങ്കമാലി ഭാഗത്തെ കല്യാണങ്ങൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ മാങ്ങാക്കറി. ഇതിൻ്റെ രുചി അറിഞ്ഞവരാരും ഒരിക്കലും ഇത് മറക്കാനായിട്ട് ഇടയില്ല. ഇവിടെ നമ്മൾ മാങ്ങയേക്കാളും പോഷക ഗുണങ്ങളൊക്കെയുള്ള നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് ഈ പാൽക്കറി തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ പാൽക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ചോറിനൊക്കെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ നെല്ലിക്ക പാൽക്കറി. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ നെല്ലിക്ക പാൽക്കറി ഉണ്ടാക്കണേ എന്നുള്ളത്. നെല്ലിക്ക പാൽക്കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം നെല്ലിക്കയാണ് എടുത്താക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സബോളയാണ്. അപ്പോൾ സബോള നമ്മൾ വളരെ നൈസായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുത്താക്കുന്നതാണ്. ഇത് 3 സബോളയുണ്ട്, മീഡിയം സൈസ് 3 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 10 ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് മുളകാണ്. ഇത് മുളകൊന്ന് നെടുക പിളർന്ന് വെച്ചിട്ടുണ്ട്. 8 മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ആവശ്യമുള്ളത് മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ചിട്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ വെളിച്ചെണ്ണ നമുക്കിത് ഒഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ. കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ വേണ്ടി വരും. ഒരു 3 സ്പൂണൊക്കെ വെളിച്ചെണ്ണ എന്തായാലും നമുക്ക് ഇതിലേക്ക് വേണ്ടി വരും. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള വേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് പിഴിഞ്ഞെടുത്താക്കണത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് 1 കപ്പ് തനിപ്പാൽ 1-ാം പാല് കിട്ടിയിട്ടുണ്ട്, 2 കപ്പ് 2-ാം പാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ നെല്ലിക്ക പാൽക്കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കണ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ നെല്ലിക്ക പാൽക്കറി ഉണ്ടാക്കുന്നത്. മാങ്ങയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നെല്ലിക്കയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അങ്കമാലി മാങ്ങാക്കറിയുടെ പറയണ പോലെ തന്നെ നമ്മൾ നെല്ലിക്ക പാൽക്കറിയുടെയും പകുതി പണി ഈ ചട്ടിയിൽ തന്നെയാണ്. അതായത് പകുതി പാകം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ തിരുമ്പി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ആദ്യം തന്നെ സവോള ഇട്ട് കൊടുക്കുകയാണ്. പിന്നാലെ ചെറിയ ഉള്ളി, അതുപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കണം അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചി കഷ്ണം. ഇഞ്ചിയൊക്കെ ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാക്കണതാണ് കേട്ടോ. അതുപോലെ പച്ചമുളക്. ഇനി നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. വേപ്പില ഇടുന്നതിന് ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അളന്ന് വെച്ചാക്കേണ്ടതാണ്. ഇത് 2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലി, ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നോക്കിയിട്ട് ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് അങ്കമാലി മാങ്ങാക്കറിക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കണ പോലെ കുറച്ച് ചൊറുക്ക വിനാഗിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മാങ്ങയുടെ പോലെ പുളി കുറവായിരിക്കും, മാങ്ങയുടെ അത്രയും പുളി നെല്ലിക്കയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലൊരു 3 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 2 3. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്താലും മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികൾക്കൊക്കെ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എണ്ണകളൊക്കെ ചേർക്കണേക്കാളും വെളിച്ചെണ്ണ ചേർക്കണതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. സബോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക.
അപ്പോൾ ഇങ്ങനെ ചെയ്യണത് നമ്മൾ ഞെരടി യോജിപ്പിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇതെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. അപ്പം തന്നെ സബോളയുടെയൊക്കെ പകുതി പാകം ഇങ്ങനെ നമ്മൾ ഞെരടുമ്പോൾ ആവുമെന്നാണ് പറയുക. അതായത് അടുപ്പിൽ വെക്കണേക്കാൾ മുമ്പ്, തീ കാണിക്കണേക്കാൾ മുമ്പ് തന്നെ ഈ കറിയുടെ ഒരു പകുതി പാകം ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. 5 മിനിറ്റ് നേരെങ്കിലും ഇത് നന്നായിട്ട് ഞെരടി എടുക്കുക. ഇതപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയും പൊടികളൊക്കെ കൂടി നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ 2ാം പാൽ ചേർത്തിട്ട് ഇതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുഴുവൻ പാൽ ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈക്കൊക്കെ റെസ്റ്റ് കൊടുക്കാം, തവി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞെരടി അതുപോലെ തന്നെ 2ാം പാൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇത് തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കണ നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറി അടുപ്പത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഇനി നമുക്കിത് ചെറിയൊരു പത വരണ വരെ ഒരു 5 മിനിറ്റ് നേരത്തോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ കറി പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടപ്പ് മാറ്റാണ്. ഇനി കറി അടച്ചു വെക്കേണ്ട, നമുക്കിത് തുറന്നു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ കറിയുടെ ഒരു പാകം എന്ന് പറയണത് നെല്ലിക്ക വേവണ വരെയാണ്. അപ്പോൾ നെല്ലിക്ക വെന്തു എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നെല്ലിക്ക നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നെല്ലിക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറിയിൽ നെല്ലിക്കയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നോക്കിയിരുന്നു, ഉപ്പൊക്കെ പാകത്തിനാണ്. അതുപോലെ തന്നെ നെല്ലിക്കയും പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് 1ാം പാൽ തനിപ്പാൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. തനിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കില്ല. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനത്തെ ചട്ടിയിൽ അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ തള വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ഈ ബാക്കിയുള്ള പാകം ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ ആയിക്കോളും. പിന്നെ തനിപ്പാലാവുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകിയ പാലാണ്. പിന്നെ ആ പാലിൻ്റെ പച്ചമണവും ചട്ടിയിൽ ഇരുന്ന് തന്നെ മാറി കിട്ടിക്കോളും. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ കടുക് താളിക്കണില്ല. ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടിയാണ് താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ താളിക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നമ്മൾ സാധാരണ താളിക്കാനായിട്ട് അരിയണ പോലെ തന്നെ അരിഞ്ഞതാണ് വട്ടത്തിൽ. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ഒന്നും കൂടി കളർ കിട്ടാനും അതുപോലെ തന്നെ ഈ ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചെറിയ ഉള്ളി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3-4 തണ്ട് വേപ്പില. നമുക്ക് ഈ താളിച്ചത് ചേർക്കാൻ കറിക്ക്. അങ്കമാലി മാങ്ങാക്കറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ നെല്ലിക്ക പാൽക്കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കുറവ് ഒരു 2-2.5 മണിക്കൂറെങ്കിലും അടച്ചു വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ
തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാലത്ത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊക്കെ സമയം ഇല്ലെങ്കിൽ പോലും ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്വാദ് ഉണ്ടാവും. എല്ലാ കൂട്ടുകാർക്കും നെല്ലിക്ക പാൽക്കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബൈ.